എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഭർത്താക്കന്മാരോട് ചില നിർദ്ദേശങ്ങൾ നൽകുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായത്, കണ്ണീര് സ്ത്രീ സഹജമാണ്. ഇതിനെ തരണം ചെയ്യേണ്ടതെങ്ങനെയെന്ന് ചിന്തിച്ച് തല പുകയേണ്ട ആവശ്യമില്ല. നല്ല ആശ്വാസവും കരുണയും സൗഹൃദവും കൊടുത്താൽ മതി, കണ്ണീരൊക്കെ നീങ്ങും. ക്രൈങ് ആൻഡ് ഷെയറിങ് ആർ ദ ടു ഷട്ടേഴ്സ് ഓഫ് എ വുമൺ എന്ന ഒരു പറച്ചിലുണ്ട്. അവൾ കരയുകയും പറയുകയും ചെയ്യും. അത് ഭർത്താക്കന്മാർ മനസ്സിലാക്കുക. ഭയങ്കര ടെൻഷനൊന്നും എടുക്കണ്ട, എങ്കിലും അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ആ സമയത്ത് ഉപദേശിക്കുന്നത് നന്മയല്ല. ആ സമയത്ത് കൂടെ ഇരുന്ന് കരയുകയും ചെയ്യരുത്. രണ്ടും അപകടം പിടിച്ചതാണ്. മനസ്സിലാക്കുക, ആശ്വാസം കൊടുക്കാൻ ശ്രമിക്കണം എന്നാണ് അതേപ്പറ്റി പറയാനുള്ളത്. രാത്രി തനിച്ചായിരിക്കുവാൻ എല്ലാ സ്ത്രീകൾക്കും പേടിയുണ്ട്. ഇത് ഭർത്താവ് മനസ്സിലാക്കണം. ചില നമ്മൾ ജോലിക്കൊക്കെ പോയി വളരെ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ ഏതൊരു സ്ത്രീയും പരാതി പറയും. കാരണം അവൾക്ക് അങ്ങനെയുള്ള ചില ടെൻഷൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ പരിഹരിച്ചെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, അവളുടെ വികാരങ്ങൾ മാറി മറിഞ്ഞ് കിടക്കുന്നു. മൂഡ് ഓഫ് ആൻഡ് ഓണൊക്കെ ആവും. ഇന്നാൾ ഇത് പറഞ്ഞപ്പോൾ ഇവൾ ഭയങ്കര രസമായിട്ടാണ് എടുത്തത്. ഇന്ന് തന്നെ ഇവളിങ്ങനെ പേടിച്ചിരിക്കുന്നത് ഒക്കെ നമുക്ക് തോന്നും. ചില അവസരങ്ങളിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞ് കിടക്കുന്ന രീതിയാണ് അവൾക്കുള്ളത് എന്ന് ഭർത്താവ് മനസ്സിലാക്കി കഴിയുമ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ എളുപ്പമായി തീരും എന്നുള്ളതിന് സംശയമില്ല. ആദ്യമായി ഗർഭം ധരിക്കുന്ന സ്ത്രീ വരാനിരിക്കുന്ന കുട്ടിക്കായിട്ട് വീടൊരുക്കും. ഇത് സ്വാഭാവികമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളതേ ഉള്ളൂ. കുട്ടി പിറന്നാൽ കുറേ നാൾ ഭാര്യ വളരെ ശിശു സഹജമായ വികാരങ്ങൾ ഉൾക്കൊള്ളും. എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക, കരച്ചിൽ മുതലായവ. ആ കുഞ്ഞിനോട് ചേർന്ന് നീങ്ങുക ആ അമ്മ. അപ്പോൾ അവിടെ എന്താണ് ഭർത്താവ് കൊടുക്കേണ്ടത്? ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, TLC കൊടുക്കണം, ടെൻഡർ ലവിങ് കെയർ. അത് കൊടുത്ത് അവളെ നേടണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുരുഷൻ കാര്യങ്ങളിൽ താല്പര്യമുള്ളവനും സ്ത്രീ ആളുകളുടെ കാര്യങ്ങൾ താല്പര്യമുള്ളവളുമാണ്. ഞാൻ പറയും, ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ തിങ്സ് ബീങ് ഡൺ. കാര്യങ്ങളൊക്കെ നടക്കണം, അങ്ങനെ നടത്തി പോവും. സ്ത്രീ അങ്ങനെയല്ല. കാര്യങ്ങൾ അല്ല, അതിനേക്കാൾ ആളുകളുടെ കാര്യങ്ങളില്ല. ഭർത്താവ് വല്ലതും കഴിച്ചോ, വല്ലതും കുടിച്ചോ, ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. പുരുഷനതത്ര ശ്രദ്ധിക്കത്തൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ എന്നുള്ള മട്ടിൽ അവനങ്ങ് ബോധാണ്. പ്രകൃതിയുടെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അവൾ കൂടുതൽ സംസാരമൊക്കെ ഉണ്ടാവും. ആളുകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് കൂടുതലായിട്ട് സംസാരിക്കാനും ഇടപെടാനും അവളോട് കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഒത്തിരി സംസാരിക്കാനൊക്കെ അവൾ താല്പര്യമെടുക്കും. അത് നമ്മൾ അതിന് മാത്രമൊന്നും ഡിസ്കറേജ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ അനുവദിക്കണം. സന്ദർശകരെ മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ കൊണ്ടുവരരുത്. ഭർത്താവ് അങ്ങനെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നമുക്ക് വിഷമം ഉണ്ടാക്കണ്ട, ചുമ്മാ ഒന്ന് കയറ്റി ഇറക്കാം, വല്ലതും ഉള്ളത് കൊടുത്താൽ മതി. അല്ലെ അവൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിലോ എന്നൊക്കെ വിചാരിച്ചാണ്. എന്നാൽ ഭാര്യയുടെ വികാരം അതല്ല. വാസ്തവത്തിൽ ഭാര്യയ്ക്ക് വീട് ഓർഡറിലാക്കണം, തൻ്റെ കഴിവ് കാണിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ട് അറിയിപ്പില്ലാതെ നമ്മൾ കൊണ്ടുവരുന്നതിനെ ഒരിക്കലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ചെയ്യരുത് എന്നതാണ് അച്ഛൻ പറയുന്നത്. മറ്റൊരു കാര്യം, കളിയാക്കാം, എന്നാൽ ദ്രോഹിക്കരുത്. തമാശയൊക്കെ പറയാം, തമാശ പറയാൻ വലിയ ഇപ്പോഴും ഗൗരവമായിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, രസമൊക്കെ ഉണ്ട്. കളിയാക്കൽ സൗഹൃദത്തിൻ്റെ ലക്ഷണമാണ്, എന്നാൽ വേദനിപ്പിക്കരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സങ്കീർത്തനം 52:2 പറയുന്നുണ്ട്, നിൻ്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. സൂക്ഷിക്കണം, നാവ് ഉപയോഗിക്കുമ്പോഴത്തേക്കും സൂക്ഷിക്കണം എന്നുള്ള പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. കൂടുതലായാലും സമയം തെറ്റിയാലും ഇത് ഉപദ്രവം വരുത്തുന്നതാണ്. ബന്ധം തകരാറിലാക്കാൻ ഒരിക്കലും അനുവദിക്കരുത്.
ഈ കളിയാക്കലും തമാശയൊക്കെ നല്ലത് തന്നെ, പക്ഷെ ബന്ധം അപകടത്തിലായി പോകരുത്. ഒരിക്കലും ഭാര്യയെ മറ്റ് സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തരുത്. ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ താരതമ്യങ്ങൾക്ക് അതീതമാകാൻ ആഗ്രഹിക്കുന്നു. അയാളിങ്ങനെയാണ് ഇയാളിങ്ങനെയാന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണ്. കാരണം ഷീസ് എ യുണീക്ക് പേഴ്സൺ, എനിക്ക് ദൈവം തന്ന ദാനമല്ലേ, എന്നെ നമ്മൾ മറ്റൊരാളുമായിട്ട് താരതമ്യപ്പെടുന്നത് വളരെ തെറ്റാണ്, ചെയ്യരുത്. അവസാനമായി, ഭാര്യ എന്തു ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നവർ ഒരു ദിവസം വീട്ടിലൊന്നിന്ന് ഭാര്യയുടെ ജോലികളൊക്കെ ഒന്ന് ഏറ്റെടുത്ത് അതിൻ്റെ വിഷമം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഈ സ്കൂളിലൊക്കെ ചില ദിവസം കുട്ടികളെ ഹെഡ് മാസ്റ്റർ ആക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു ദിവസം അവൾക്ക് ഫ്രീഡം കൊടുത്തിട്ട് ഞാനല്ല കുടുംബം മാനേജ് ചെയ്യാം. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് എന്തുമാത്രം പ്രയാസമുള്ളതാണ്. അവരുടെ സേവനം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് വളരെ നല്ലതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. യോഹന്നാൻ 14:1 പറയുന്ന പോലെ അസ്വസ്ഥമാകേണ്ട, വിശ്വസിക്കുവിൻ. അപ്പം തൻ്റെ വിഷമം പറഞ്ഞ് ശിഷ്യരെ ആശ്വസിപ്പിച്ച ഈശോയെ പോലെ നമുക്ക് സ്ത്രീക്ക് ആശ്വാസമായി, തുണയായി, സപ്പോർട്ടായിട്ട് നിൽക്കുവാൻ കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടെയാണ് മിനി? അച്ഛാ, തിരുവനന്തപുരത്ത് നിന്ന് ജിമ്മിയാണ് എഴുതുന്നത്. ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. എൻ്റെ ഭാര്യ ജോസ്മി നേഴ്സാണ്. അവൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഞങ്ങൾ തമ്മിൽ ശാരീരികമായ മാനസികമായ കാര്യമായ അടുപ്പം ഇല്ല. ഞാൻ നാട്ടിൽ നിന്ന് ഫോൺ വിളിച്ചാൽ വസ്തുതകൾ മാത്രം പറയും. ഒരടുപ്പം അനുഭവപ്പെടുന്നില്ല. അവൾ ഇങ്ങോട്ട് വിളിക്കത്തുമില്ല. ഈയിടെയായി ഞാൻ അറിയുന്നു അവൾക്ക് വിവാഹത്തിന് ഇഷ്ടമില്ലായിരുന്നുവെന്ന്. മാതാപിതാക്കൾ നിർബന്ധിച്ച് നടത്തിയതാണത്രേ. ഞാൻ ആകെ തകർന്നുപോയച്ചാ. എങ്ങനെ ഈ സാഹചര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകും? അവൾക്കിഷ്ടമില്ലെങ്കിൽ അവൾ പിരിയട്ടെ. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അച്ഛൻ നൽകണമേ. തീർച്ചയായിട്ടും ജിമ്മിയെ ഞാൻ മനസ്സിലാക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായെങ്കിലും കാര്യമായ അടുപ്പമില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. എങ്കിലും ഒരു കാരണം ഞാൻ കാണുന്നുണ്ട്. ഒരാൾ പുറത്തും ഒരാൾ നാട്ടിലുമാണ്. ആ ഒരു പ്രശ്നം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ വിവാഹത്തിന് ഇഷ്ടമില്ലായിരുന്നുവെന്ന് പറഞ്ഞത് അവളാണോ അതോ മറ്റാരെങ്കിലും മുഖേന അറിഞ്ഞതാണോ എന്ന് അറിയില്ല. വാസ്തവത്തിൽ അവൾ നേരിട്ട് പറഞ്ഞതാണോ അതോ ഇനി ആരെങ്കിലും പറഞ്ഞ് അത് ബോധ്യപ്പെട്ടതാണോ എന്നുള്ളത് കത്തിനകത്ത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഏതായാലും സാധാരണ സ്ത്രീകൾക്ക് വിവാഹസമയം ഉണ്ടാകാവുന്ന ഒരു കൺഫ്യൂഷനായിട്ട് ഇതിനെ എടുത്താൽ മതി. ഏത് പെൺകുട്ടിക്കും വിവാഹമൊക്കെ ഉറപ്പിച്ചിങ്ങനെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ, ഇതാണോ അത് വേറെ വല്ലതും ആണോ, ഇങ്ങനെയൊക്കെ ചിന്ത വരും. അതിനെ വളരെ ഗൗരവമായിട്ടൊന്നും ജിമ്മി എടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാതാപിതാക്കൾ ഇത് കുഴപ്പമില്ല, നല്ലതാണ് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൾ അതിന് സമ്മതം മൂളിയതാവാം. മറ്റൊരിഷ്ടം അവൾക്കുണ്ടായിരുന്നു എന്ന് ഇതിനർത്ഥമില്ല. എനിക്കിത് വലിയ താല്പര്യമില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ അതുകൊണ്ട് ജിമ്മി ഒത്തിരി അസ്വസ്ഥപ്പെടേണ്ടതില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവാഹം ഒരിക്കലും പിരിയേണ്ടതല്ല. ദൈവം യോജിപ്പിച്ചതാണ്. അത് പിരിക്കാൻ നമുക്ക് അവകാശമില്ല. പിരിയുന്ന ദൈവം തമ്പുരാൻ ഒരാളെ കൊണ്ടുപോകുമ്പോഴാണ്. ഇങ്ങനൊരു ചിന്തയെ വേണ്ട ജിമ്മി എന്നെനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൾ വേണമെങ്കിൽ പിരിയട്ടെ എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം അവൾ പറഞ്ഞിട്ടുമില്ല. അവൾ പറഞ്ഞില്ല നമുക്ക് പിരിയാവുന്നൊന്നും പറഞ്ഞില്ല. അതിനാൽ നാട്ടിൽ വരുമ്പോൾ 2 പേരും ഒരു മാരേജ് കൗൺസിലിങ്ങിന് പോകുന്നത് നല്ലതാണ്. അതിൽ വരുമ്പോൾ 2 പേരും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ലതാണ്. കാരണം ഒരു ഗൈഡ് ലൈൻ കിട്ടും, ഒരു ശക്തി ഉറപ്പിക്കാനൊക്കെ സാധിക്കും എന്നുള്ള സംശയമില്ല. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആകും. പിന്നെ എനിക്കറിഞ്ഞുകൂടാ ജിമ്മി, സാധിക്കുമെങ്കിൽ ഒരു ദമ്പതി ധ്യാനം ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരുമിച്ച് 2 പേരും കൂടെ ധ്യാനിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ വിവാഹ ജീവിതത്തെ എൻറിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് അത് നല്ലതാണ്, കൂടിയാൽ വളരെ നന്നായിരിക്കും. ഈ ബന്ധം കൂടുതൽ ഊഷ്മളമായി മനോഹരമായിട്ട് വളരും എന്നുള്ള സംശയമില്ല. തോബിത്ത് 6:17 പറയുന്നത് പോലെ അവൾ നിനക്കായി അനാദി മുതൽ നിശ്ചയിക്കപ്പെട്ടവളാണ് എന്ന് വിശ്വസിക്കുക.
എന്നാ ഇഷ്ടമുണ്ടെങ്കിലും ഒക്കെ ശരി തന്നെ. പക്ഷെ ദൈവതമ്പുരാൻ ഒന്നിപ്പിച്ചതിൻ്റെ അർത്ഥം നിനക്ക് വേണ്ടി അനാദിയിൽ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണ് അവൾ. അങ്ങനെ അവളെ സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക, സ്നേഹം കൊടുത്തവളെ നേടിയെടുക്കുക. ഞാൻ ജിമ്മിയെ ഒന്ന് വെല്ലുവിളിക്കാൻ പോവാണ്. ജിമ്മിക്ക് ദൈവം തമ്പുരാൻ തന്ന ആളാണ് ഇവളെങ്കിൽ അവളെ സ്നേഹം കൊണ്ട് നേടിയെടുത്ത് നിങ്ങളുടെ കുടുംബജീവിതം ഏറെ വിജയിപ്പിക്കണം. അത് ദൈവം തരുന്നൊരു വെല്ലുവിളിയായിട്ട് എടുക്കുക. തമ്പുരാൻ്റെ ശക്തി കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം, യാതൊരു സംശയവും വേണ്ട. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപ്പറ്റി എന്താണ് എനിക്ക് പറയാനുള്ളത്? ജിമ്മിയുടെ കത്തിൽ നിന്നും ജിമ്മിയും നാട്ടിലും ഭാര്യ വെളിയിലുമായുള്ള അതാണ് പ്രശ്നം, കൂടുതൽ പ്രശ്നം. അവർ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായാൽ അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം കൈകാര്യം ചെയ്യാം, പരസ്പരം തുറന്ന് സംസാരിക്കാം, ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയാം. എല്ലാം പെട്ടെന്ന് ദൈവം യോജിപ്പിച്ച മനുഷ്യൻ വേർപെടുത്തരുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വേർപിരിയാം എന്ന് പറയുന്നത് ഒരു ന്യായീകരണമല്ല. ദൈവത്തിൽ സമർപ്പിച്ച് അവരോട് ഒരുമിച്ചാകാനുള്ള ശ്രമമാണ് ആദ്യം നോക്കേണ്ടത്. അങ്ങനെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകാം. പിന്നെ ദമ്പതിധ്യാനമാണ് ഏറ്റവും നല്ലത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പരസ്പരം മനസ്സിലാക്കാനും വന്ന തെറ്റുകൾ തിരുത്താനും എല്ലാത്തിനും ഒരു ദമ്പതിധ്യാനത്തിലും ഒരു ഫാമിലി കൗൺസിലിങ്ങിനെ സംബന്ധിച്ച് കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം എൻ്റെ അഭിപ്രായം വാസ്തവത്തിൽ ഇവർ ഒന്നിച്ചായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാര്യ ജോലി കളഞ്ഞ് വരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ അങ്ങോട്ട് പോയി അവരെ ഒന്നിച്ച് ജീവിക്കുന്നത് നല്ലതാണ്. അവന് അവിടെ ഒരു ചെറിയ ജോലിയാണെങ്കിലും പരിശ്രമിക്കാം. അതുവഴി രണ്ടുപേരും കൂടെ ജീവിക്കുമ്പോൾ കൂടുതൽ ഐക്യം ഉണ്ടാകും. വളരെ നല്ലൊരു കാര്യമാണ് മിനി സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ധ്യാനത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും കൂടുതൽ എൻറിച്ച്ഡ് ആകുക. ആൾക്കാന്നിരിക്കുമ്പോഴത്തേക്കും വിളിക്കാത്ത എന്താ അങ്ങനെയൊക്കെ പല വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ തോന്നും. തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അകന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് ഒന്നിച്ചായിരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ വരികയിൽ പരിഹരിച്ചെടുക്കാം എന്നുള്ളതാണ് മിന്നിയുടെ അഭിപ്രായം. വെരി ഗുഡ്. അപ്പോൾ ജെയിംസ് എന്താ പറയുന്നത് അതേപ്പറ്റി? ഇങ്ങനെ ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും, പ്രത്യേകിച്ച് ഭർത്താവിന് ഭാര്യയെക്കുറിച്ചുള്ള അസ്വസ്ഥത സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അവന് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമല്ലോ. ഈ ഭർത്താവിന് സുഹൃത്തുക്കളുണ്ടാകും. അദ്ദേഹം അവരുടെ അഭിപ്രായങ്ങളും അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ടാവും. ഭാര്യ അവിടെ, ഭർത്താവ് ഇവിടെ, അവളെങ്ങനെ ജീവിക്കുന്നതിനൊക്കെ അറിയാമോ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലോകത്തുണ്ട്. ഇത് ഏതെങ്കിലും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എഴുത്തിൽ നിന്നും അദ്ദേഹം അസ്വസ്ഥനാണെന്നാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്: ആ മകളെ ദൂരെയാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കർത്താവ് അവിടെയുണ്ട്. തമ്പുരാനോട് പ്രാർത്ഥിക്കുക. തമ്പുരാനോട് പ്രാർത്ഥിച്ചിട്ട് ഇദ്ദേഹത്തിന് ആവശ്യമായിരിക്കുന്ന ഇപ്പോൾ സാധ്യമായ ബന്ധം ടെലിഫോൺ ബന്ധമാണ്. അതുപോലെ പുതിയ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് കൂടുതൽ അടുക്കുവാനായിട്ട് സമയം ചിലവാക്കുക. കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ബന്ധനങ്ങൾ മാറിപ്പോകും. സംസാരിക്കട്ടെ, ഇദ്ദേഹവും സംസാരിക്കണം. ഇദ്ദേഹം ഒത്തിരി സംസാരിച്ച് കഴിയുമ്പോൾ, പല പ്രാവശ്യം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഈ ഭാര്യയുടെ മനസ്സിൽ കടത്തുകയാണെങ്കിൽ സ്വയം പര്യാപ്തിയായ വ്യക്തി എന്ന നിലയിൽ അവൾക്കും ചില വാശിയൊക്കെ കാണുമായിരിക്കാം. പക്ഷെ അവൾ അങ്ങനെ ഒന്നും സംസാരിക്കുകയായിരുന്നു, മറുപടി അധികം കൊടുക്കലാണ്. വിളിക്കാനും മാറ്റർ ഓഫ് ഫാക്റ്റ് ആണെന്നാണ് കത്തിന്. അതാണ് ഇപ്പം ഇങ്ങനെ സ്വയം പര്യാപ്തി നിലയുള്ള ആയിരിക്കും ആ സംഭവം. ഒരു പക്ഷേ അവിടുത്തെ തിരക്കായിരിക്കാം. ചില വ്യക്തികളുടെ ജോലികൾ വളരെ സംസാരിക്കാൻ പോലും സമയമില്ലാത്ത ജോലി ചെയ്യുന്നവരുമുണ്ട് അവിടെ. അപ്പം ഈ സാഹചര്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. എങ്കിലും കർത്താവിന് സാധിക്കും. പ്രാർത്ഥിക്കട്ടെ, നല്ലതുപോലെ പ്രാർത്ഥിച്ച് ആ മകളെ ഹൃദയത്തിൽ സ്നേഹിക്കട്ടെ. ഇപ്പോൾ ഹൃദയത്തിൽ സ്നേഹിക്കാമല്ലോ. ഹൃദയത്തിൽ നിന്നും വെറുപ്പ് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയട്ടെ ആദ്യമേ. ഇപ്പം വെറുത്ത് അവൾ പിരിയണമെങ്കിൽ പിരിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥ കയറിയതുപോലെ ഒരു തോന്നൽ വരുന്നുണ്ട്. അത് ഒഴിവാക്കിയിട്ട് അവളെ സ്നേഹിക്കട്ടെ. കർത്താവ് കൊടുത്തതാണ് ഈ മകനെ. അച്ഛൻ പറഞ്ഞതുപോലെ ജിമ്മിച്ചന് ഒരു വെല്ലുവിളിയാണിത്. മകളെ സ്നേഹിച്ച്, ദൂരെയായിരിക്കുന്നവളെ സ്നേഹിച്ച് തൻ്റെ സ്വന്തമാക്കി എടുക്കാനുള്ള കഴിവ് ഒരു പുരുഷനുണ്ട്, പ്രാപ്തിയുണ്ട്. ആ പ്രാപ്തി ഇദ്ദേഹം പ്രാപിക്കട്ടെ. അതിനുവേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ജെയിംസ് സൂചിപ്പിക്കുന്നത് കൂടുതൽ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം കൊടുക്കണം. അതുപോലെ തന്നെ അവളെ നേടിയെടുത്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവളെ നേടിയെടുക്കണം. ദൈവം ഏൽപ്പിച്ച ഒരു ചുമതലയാണ് എന്നുള്ളതാണ് പ്രത്യേകമായിട്ടും ജെയിംസ് സൂചിപ്പിക്കുക. അങ്ങനെ ഞങ്ങൾ തീർച്ചയായിട്ടും ജിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ജിമ്മി വിഷമിക്കേണ്ട, അസ്വസ്ഥപ്പെടേണ്ടതില്ല. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയട്ടെ എന്ന് ഞങ്ങളും ഇപ്പോൾ ഈ ശാലോം TV കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
എന്ന് വളരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കും അല്ലേ? അച്ഛാ, മൂവാറ്റുപുഴയിൽ നിന്ന് പ്രശീലയാണ് ഈ കത്തെഴുതുന്നത്. അച്ഛാ, ഞാൻ വിവാഹം കഴിച്ചിട്ട് വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒറ്റ മകളാണ്. എൻ്റെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനാണ്. എൻ്റെ വലിയ പ്രശ്നം എൻ്റെ അമ്മയുമായി എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അമ്മ എപ്പോഴും വീട്ടിൽ വഴക്കാണ്. എൻ്റെ അപ്പൻ ആത്മീയ ജീവിതത്തിൽ വളരെ തൽപരനാണ്. ഒരു സമയം പോലും വെറുതെ ഇരിക്കാതെ ശുശ്രൂഷയിലാണ്. അമ്മ പുറത്തധികം പോകാറില്ല. എൻ്റെ കുട്ടിയെ ഇഷ്ടമാണ്, എന്നാൽ ചില കാര്യങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്യാൻ മടിയാണ്. അമ്മയെ ഞാൻ വേലക്കാരിയായി കരുതുന്നു എന്ന് അമ്മ പരാതി പറയും. എല്ലാം അമ്മയുടെ വെറും തോന്നലുകൾ മാത്രമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഈ കാര്യത്തിൽ വിഷമമുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെ നീങ്ങണമെന്ന് അച്ഛൻ ശാലൻ ടിവിയിലൂടെ പറഞ്ഞു തരാമോ? ചേട്ടൻ പ്രശീലയെ ഞാൻ മനസ്സിലാക്കുന്നു. അമ്മയുമായി സന്തോഷത്തിൽ കഴിയാനുള്ള ആഗ്രഹവും അറിയുന്നു. ഒരു മകളായതുകൊണ്ട്, ഒറ്റ മകളല്ലേ, അമ്മ അല്പം പൊസസീവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മകളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കര വലുതായിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞപ്പോൾ മകളുടെ ശ്രദ്ധ കുട്ടിയിലേക്കും ഭർത്താവിലേക്കും തിരിഞ്ഞത് അമ്മയെ കുറച്ച് വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പ്രശ്നത്തിൻ്റെ റൂട്ട് എന്നെനിക്ക് മനസ്സിലാവുകയാണ്. കൂടാതെ അപ്പൻ ആത്മീയ ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപരിക്കുന്നതിനാൽ അതും അമ്മയ്ക്കൊരു ഏകാന്തത അനുഭവപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ടാവാം. എപ്പോഴും അപ്പൻ ആത്മീയ ശുശ്രൂഷയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അപ്പനിങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പോകുന്നു. അപ്പോൾ അമ്മയ്ക്ക് ആ ശ്രദ്ധയും കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഇവിടെ ഉണ്ടെന്ന് തോന്നുകയാണ്. പ്രശീല ഇത് മനസ്സിലാക്കി അമ്മയെ കുറച്ചുകൂടി സ്നേഹിച്ച് കയ്യിലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു അല്പം കൂടെ ആഴമായ സ്നേഹം കൊടുത്താൽ തീർച്ചയായിട്ടും അമ്മയെ സ്വീകരിക്കാൻ, സ്വന്തം മകളല്ലേ, അതാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയ്ക്ക് എല്ലാ പ്രശ്നങ്ങളിലും അഭിപ്രായം പറയണം. അമ്മയുടെ അഭിപ്രായമൊക്കെ ഒന്ന് എടുക്കണം, അതിന് അവസരം കൊടുക്കണം. എന്തെങ്കിലും വീട്ടിലൊരു ചർച്ചയൊക്കെ വന്നാൽ അമ്മച്ചിയോട് ചോദിക്കണം. അമ്മച്ചിയുടെ അഭിപ്രായം എന്നാ ചോദിച്ച് അമ്മച്ചി കൊണ്ട് പറയിപ്പിക്കണം. ചിലപ്പോഴൊക്കെ പ്രശ്നമില്ലേ, ഒരുമിച്ച് പുറത്തു പോകുന്നത് നല്ലതാണ്. അമ്മച്ചിയും കൊണ്ട് വിളിച്ചിട്ടുണ്ട്. അമ്മച്ചി അങ്ങനെ അധികം പോകാറില്ലെന്ന് കൃത്യ സൂചനയുണ്ട്. അപ്പം മോള് അമ്മച്ചിയും കൂടെ വാ, അമ്മച്ചിയും കൂടെ വാ, നമുക്ക് ഒന്നിച്ച് പോവാം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിലാണെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നല്ലതാണ്. അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും എനിക്ക് വേണം എന്ന് പ്രശീല വരുത്തി തീർക്കണം. ഇവിടെ നിൽക്കുമല്ലേ, അമ്മച്ചിയില്ല പിന്നെ എനിക്കാരാളുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അമ്മച്ചിക്കൊരു ആവശ്യം തോന്നണം. അതിനു വേണ്ടി നമുക്ക് പരിശ്രമിക്കണം. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകും. സ്നേഹിച്ച് കൽക്കരിക്കട്ടെ വൈഢൂര്യമാക്കിയ ദിവ്യനാഥ എന്ന പാട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മളൊക്കെ വെറും കൽക്കരിക്കട്ടകളാണ്. നമ്മളെ വൈഢൂര്യമാക്കിയെങ്കിൽ നോക്കും ആ സ്നേഹം കൊടുത്താൽ അമ്മയെ വലിയ വൈഢൂര്യമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ അമ്മയും മകളും കൂടെ ഒരുമിച്ച് സ്പിരിച്വൽ കൗൺസിലിങ്ങിന് പോകുന്നത് നല്ലതാണ്. വലിയ സൈക്കോളജി കൗൺസിലിംഗ് വേണമെന്നില്ല, ഒരുമിച്ചൊന്ന് ഷെയർ ചെയ്യാനും എങ്ങനെയായത് പരിഹരിക്കണമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനിയും പ്രഭാഷകൻ 3:2 പറയുന്നത് പോലെ അമ്മയുടെ അവകാശം ദൈവം കൊടുത്തതാണെന്ന് ഓർക്കുക. ആ അമ്മയ്ക്ക് ഈ മകളെ തന്നപ്പോൾ ഈ മകളുടെ സ്നേഹം കിട്ടാൻ അമ്മയ്ക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് അത് നിഷേധിക്കേണ്ട ആവശ്യമില്ല. പ്രഭാഷകൻ 3:12 പറയുന്ന പോലെ മരിക്കുന്നത് വരെ അവർക്ക് ദുഃഖമുണ്ടാകരുത്. അതിനൊരു കൺസേൺ വേണം നിങ്ങൾ. കാരണം നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കുകയല്ലേ. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും വിഷമമുണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അമ്മയുമായുള്ള ബന്ധം സ്നേഹത്തിൻ്റെ സിമെൻറ്റിട്ട് ഉറപ്പിച്ച് സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇളകാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം. നമ്മൾക്ക് സാധിക്കും. പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കുക. ഞങ്ങളും തീർച്ചയായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ പ്രശീല വിവാഹം കഴിച്ച് അവളുടെ തന്നെ വീട്ടിൽ നിൽക്കുന്നു എന്നാണല്ലോ നമ്മൾ വായിക്കുക. അതെ. ഇവിടെ പ്രശീലയുടെ പിതാവ് ആത്മീയ ശുശ്രൂഷകനാണെന്നും അതാണ്ട് ഒരു മുഴുവൻ സമയ ശുശ്രൂഷകനാണെന്നും നമ്മൾ വായിച്ചു. അതെ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഒരുപക്ഷെ പ്രശീലയുടെ വിവാഹത്തിന് മുമ്പ് ചെയ്തിരുന്നത് അമ്മയായിരുന്നു.
പ്രഷീല വിവാഹിതയായി കഴിഞ്ഞപ്പോൾ ആ താക്കോല് പ്രഷീലയ്ക്ക് കൈമാറ്റപ്പെട്ട് പോയേക്കാം ഒരു പക്ഷേ. അപ്പോൾ ആ സ്വാതന്ത്ര്യം പ്രഷീല ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പോൾ അമ്മ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വേലകൾ അമ്മയ്ക്ക് ചെയ്തായിരിക്കാൻ സാധിക്കത്തില്ല. അമ്മ അതിപ്പോൾ ചെയ്യുന്നത് ഏതർത്ഥത്തിലാണ്? വേലക്കാരത്തി എന്ന നിലയിലാണ്. അത് അമ്മയെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമ്മ കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം, എന്നാൽ അതിൻ്റെ ആധികാരികത എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നൊരു തോന്നൽ അമ്മച്ചിക്ക് ഉണ്ടായിട്ടുണ്ടാകും. ആ തോന്നൽ മാറ്റിയെടുക്കാനായിട്ട് പ്രഷീല വിജയിച്ചാൽ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന ആ സ്വാതന്ത്ര്യവും ആ സന്തോഷവും തിരികെ കൊടുക്കാൻ സാധിച്ചാൽ അമ്മയെ നേടാൻ സാധിച്ചു. ഇതുപോലെ അമ്മായിമ്മയുമായിട്ടൊരു പ്രശ്നമുണ്ടായത് എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു സഹോദരി വന്നു. അപ്പോൾ മറ്റൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലും. ചൊല്ലിക്കഴിയുമ്പോൾ നിനക്ക് നിൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാതെ. ഈസി അല്ലേ ബ്രദറെ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബ്രദറെ ഭയങ്കര മാജിക്കായിപ്പോയി, അമ്മ കെട്ടിപ്പിടിച്ച് എന്നെ കരഞ്ഞു, എൻ്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. ഒറ്റ ദിവസം കൊണ്ട് യേശുവിൻ്റെ സ്നേഹം ഒറ്റ ഉമ്മയിൽ കൊടുത്തപ്പോഴേ ആ അമ്മയെ അമ്മായിമ്മയെ നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് സ്വന്തം അമ്മയാണ്, വളരെ അടുത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ആയുധം പ്രഷീലയുടെ തന്നെ ഉണ്ട്. അത് കണ്ടെത്തുവാനായിട്ട് ഇതുപോലെയുള്ള ഈ എഴുത്തിലൂടെ നമുക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കാം. നമുക്ക് സാധിച്ചു കാണും. അമ്മയെ സ്നേഹിച്ചു തുടങ്ങുക. സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അമ്മയെ തിരികെ കൊണ്ടുവരിക. അപ്പോൾ അമ്മയെ ഈ പ്രശ്നത്തിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ സമാധാനം കടന്നു വരും, സന്തോഷം കടന്നു വരും. അതിനുള്ള സാധ്യത പ്രഷീല നേടിയെടുക്കട്ടെ. അതിനുവേണ്ടി ശക്തി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ജെയിംസ് പറയുന്നത് സ്നേഹം കൊണ്ട് അമ്മയെ നേടുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഓഫ് ലവ്, പക്ഷേ സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം, കുറച്ചുകൂടെ സ്നേഹം പ്രകാശിപ്പിക്കാനും അങ്ങനെ അമ്മ കുടുംബത്തിലൊരാവശ്യമാണ്. പണ്ടത്തെ ആ ഒരു സ്റ്റേജിൽ അമ്മ ഷൈൻ ചെയ്തതുപോലെ തന്നെ ഇനിയും ഷൈൻ ചെയ്യട്ടെ. അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ്. എന്ത് പറയുന്നത് മിനി ഇതേപ്പറ്റി? പ്രഷീല വിവാഹിതയാകുന്നതിന് മുമ്പ് പ്രഷീല അമ്മയായിട്ടുള്ള സ്നേഹബന്ധം കൂടിയതായിരുന്നു. ഇപ്പം ഭർത്താവിനും മകൾക്കും കൊടുക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് നേരത്തെ കിട്ടിയ സ്നേഹം കിട്ടുന്നില്ല, ഒറ്റ മകളല്ലേ. അപ്പോൾ അതിൻ്റെ ദുഃഖമുണ്ട്. പിന്നെ ഭർത്താവ് കൂടെ അമ്മേനെ അപ്പൻ കൂടുതൽ പരിഗണിക്കുന്നില്ല. ഫുൾ ടൈം ഒരു ശുശ്രൂഷകനാണ് അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു വില കൊടുക്കുന്നില്ല. എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അമ്മയ്ക്കത് മനസ്സിലാകുന്നില്ല. അപ്പം അമ്മയ്ക്കത് മനസ്സിലാക്കി കൊടുത്ത് അമ്മയെ കൂടുതൽ കരുതലോടെ എല്ലാ കാര്യത്തിലും അടുപ്പിച്ച് അമ്മയ്ക്കത് മനസ്സിലാക്കി കൊടുക്കണം. ആ സ്നേഹം അമ്മയ്ക്കത് മനസ്സിലാകുന്നില്ല. അതാണ് അമ്മയുടെ ദുഃഖം. അപ്പം ഞാനിവിടെ ഒരു വേലക്കാരത്തിയാന്നുള്ള തോന്നൽ അമ്മയ്ക്ക് വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് കൂടുതൽ അമ്മയെ സ്നേഹിപ്പിക്കുക, എല്ലാ കാര്യത്തിലും അമ്മയെ സഹകരിപ്പിക്കുക, അമ്മയെ എല്ലാത്തിനും കൂട്ടിക്കൊണ്ടു അമ്മയെ പുറത്ത് കൊണ്ടുപോവുക. അപ്പൻ്റെ സാന്നിധ്യമൊന്നും അധികം അമ്മയ്ക്ക് കിട്ടുന്നില്ല ഈ കത്തിൽ നമ്മൾ വായിക്കുമ്പോൾ. അപ്പം മകളുടെ ഭർത്താവൊക്കെ അത് കണ്ട് പരിഗണിച്ച് പുറത്ത് കൊണ്ടുപോകുകയും കൂടുതൽ സ്നേഹിക്കുകയും അമ്മയെ കൂടുതൽ പരിഗണന കൊടുത്ത് സ്നേഹിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ബുദ്ധിമുട്ട് അതിനകത്തുണ്ട്. മിനിയോട് പറയേണ്ടതില്ല. എനിക്കറിയാം, ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രഷീലയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് കുഞ്ഞിന് ശ്രദ്ധ കൊടുക്കണം. എൻ്റെ കൂടെ ഇനി അമ്മയെ കൂടെ നേടാൻ പറ്റും അല്ലേ? അമ്മയ്ക്ക് വേറെ മക്കളില്ലല്ലോ. ഇല്ല, വേറെ മക്കൾ. ഒറ്റ മകളെ പ്രതീക്ഷിച്ച അമ്മ ജീവിതം തന്നെ ജീവിക്കുന്നത്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും മിനി പറയുന്നത് കൂടുതൽ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം പ്രഷീല കൊടുക്കണം, ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ് ജെയിംസ് സൂചിപ്പിച്ച പോലെ തന്നെ. അമ്മയെ നേടിയെടുക്കാനും അതുവഴിയായിട്ട് പറ്റുമ്പോഴൊക്കെ കുറച്ചൊക്കെ പുറത്തൊക്കെ പോകാനും അങ്ങനെ ഇൻവോൾവ് ആക്കാനായിട്ടുള്ള പരിശ്രമം പ്രഷീല തന്നെ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും പ്രഷീല അത് സാധിക്കും, എനിക്കത് ഉറപ്പാണ്. പ്രഷീല ഒന്ന് പരിശ്രമിച്ചാൽ പ്രഷീലയ്ക്ക് അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കത്തിന് മറുപടി പറയുമ്പം പ്രഷീല തന്നെ ഒന്ന് പ്രേരിപ്പിച്ച് അച്ചാച്ചനെ കൊണ്ട് അമ്മയ്ക്കൊരു കൺസിഡറേഷൻ കൊടുക്കാൻ. മുഴുവനും ശുശ്രൂഷയിലാണ്, നല്ല കാര്യമാണ് ശുശ്രൂഷ, എങ്കിലും ഏറ്റവും വലിയ ശുശ്രൂഷ അപ്പനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളിക്ക് സ്നേഹം കൊടുക്കണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞ പോലെ വീട്ടിലെ തനിക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ സ്നേഹിച്ച് സ്വന്തമാക്കുന്നത് വലിയൊരു കടമയാണ്. ശുശ്രൂഷയ്ക്ക് നമുക്ക് ശക്തി പകരുന്നതുമാണ്. അതിനായിട്ടും പരിശ്രമിക്കണം. പൊതുവേ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടാവാം എന്നും അച്ഛൻ മുൻപിൽ കാണുകയാണ്. പലപ്പോഴും നമ്മൾ ഫുൾ ടൈം ശുശ്രൂഷയിലായിരിക്കുമ്പോൾ
ജീവിത പങ്കാളിക്ക് വേണ്ട പരിഗണന കൊടുക്കാതെ പോകുന്ന അവസരങ്ങളുണ്ട്. അത് ശരിയല്ല. അവളോട് സ്നേഹമായി, കരുണയോടെ, ദയയോടെ പെരുമാറണമെന്ന ശ്ലീഹയുടെ വാക്കുകൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കുറച്ചുകൂടെ സ്നേഹം കൊടുത്ത് അവളെ നേടുവാൻ അച്ചായനും പരിശ്രമിക്കണം. അച്ചായൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അച്ചായൻ അതിന് ഒരു എക്സ്ട്രാ എഫർട്ട് എടുക്കണം. ഇല്ലെങ്കിൽ പ്രഷീല തന്നെ പപ്പയോടത് പറഞ്ഞത് മനസ്സിലാക്കി സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രഷീലയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് തിരുമുമ്പാകെ ഈ രണ്ട് കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിച്ച ഈ രണ്ട് കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ജിമ്മിയുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും പ്രഷീലയുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും അങ്ങ് അറിയുന്നു. കർത്താവേ, അവരുടെ കുടുംബജീവിതത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ. കുടുംബജീവിതം സ്ഥാപിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന, പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടട്ടെ. അങ്ങ് കടന്നു ചെന്ന ആ കുടുംബങ്ങളെ പരിരക്ഷിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവരെ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഈ രണ്ട് കുടുംബങ്ങളും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, അങ്ങനെ വലിയ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ അവർക്കിടയാവണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.